ഈ മനസ്സിന് താല്പര്യമില്ലാത്തതിനെ പിന്തുണയ്ക്കാൻ ശരീരത്തിന് കഴിയില്ല. മനസ്സുണ്ടായാൽ ശരീരം അതിശയകരമായി കഠിനാധ്വാനം ചെയ്യും. ക്ഷീണവും സമയവും ഒക്കെ മറക്കും. മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകും. അപ്പോൾ ശരീരം വിശ്വസ്തനായ ഒരു സഹയാത്രികനാണ്. നാം നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെയാണ് രൂപപ്പെടുന്നത്. ശക്തി വരുന്നത് ശാരീരിക ശേഷിയിൽ നിന്നല്ല, ഇച്ഛാശക്തിയിൽ നിന്നാണ്. ചുറ്റും ഇരുണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചെറിയ വിളക്ക് കൊളുത്തണം. പ്രതിസന്ധി അപ്രതീക്ഷിതമായ ഒരു സമ്മാനം പോലെയാണ്. അതിൽ മറുപടി കണ്ടെത്തുന്നവർ മാത്രമാണെന്നേ ജീവിതത്തെ കീഴടക്കുന്നത്. പ്രശ്നങ്ങൾ വെറും തടസ്സങ്ങളല്ല, അന്വേഷണം തുടങ്ങാനുള്ള ആഹ്വാനങ്ങളാണ്. പിളർന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നമ്മെ കരുത്തരാക്കണം. പ്രതിസന്ധിയേക്കാൾ വലുതായിരിക്കണമെന്നേ പ്രതീക്ഷകൾ. എങ്കിലേ പ്രയത്നിക്കാൻ താല്പര്യമുണ്ടാകും.